ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയി എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ നീറ്റ് കിട്ടി വന്നിട്ടുള്ള എല്ലാവരും ഇങ്ങനെ ഒരു തവണ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഒറ്റ തവണ പഠിക്കുമ്പോഴോ ഓർമ്മ വരുന്ന ആൾക്കാരൊന്നുമല്ല. നമ്മളെല്ലാവരും ഇതേപോലെ നിങ്ങൾ പറയുന്ന ഫേസിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ലാസ്റ്റ് ഒരു മാസം അത് എടുത്തു നോക്കുമ്പോൾ നമ്മളത് മറന്നു പോയിട്ടുണ്ടാവും. സോ ഇത് നിങ്ങളുടെ മാത്രം ഒരു പ്രശ്നമല്ല, നീറ്റ് കിട്ടി വന്ന എല്ലാ കുട്ടികളും ഇത് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അവർക്ക് എന്തുകൊണ്ട് നീറ്റ് കിട്ടി? അവർ ആ ഒരു ഇഷ്യൂവിനെ മനസ്സിലാക്കിയത്, അതായത് നമ്മൾ പഠിച്ചാൽ മറക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മേലെ വീണ്ടും വർക്ക് ചെയ്യാൻ റെഡിയായി. ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് എന്താ? ഞാൻ പഠിച്ചു പക്ഷേ മറന്നുപോയി എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നില്ല. ഈ ഒരു ലാസ്റ്റ് 20 ഡേയ്സ് നമ്മൾ മറന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും പഠിച്ചെടുക്കാനോ അല്ലെങ്കിൽ വായിച്ചെടുക്കാനോ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പലരോടും പറയുന്ന സമയത്ത് അവർ ചോദിക്കും, നമ്മൾ ഇത്രക്കും മറന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാ ഇതൊക്കെ ആദ്യം മുതലേ പഠിക്കുന്നത് എന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഓർക്കുക, ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ ചാപ്റ്റേഴ്സൊക്കെ അവസാനത്തെ 20 ഡേയ്സ് മുന്നെയാണ് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതൊരിക്കലും ഈ ഒരു ചെറിയൊരു സമയം കൊണ്ട് പഠിച്ചു തീരൂല. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ പണ്ട് പഠിച്ചതാണ് ഓർഗാനിക് എന്ന് വിചാരിക്കുക. അപ്പോൾ ഓർഗാനിക് പഠിച്ചു കഴിഞ്ഞു, ഇനി വീണ്ടും നോക്കുന്ന സമയത്ത് ഓരോ റിയാക്ഷൻസും കാണുമ്പോൾ പുതിയതുപോലെ തോന്നും, ഇതൊന്നും ഇതുവരെ പഠിക്കാത്തതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്താ വിചാരിക്കുക? ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് നീറ്റിന് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വിചാരിച്ച് വെറുതെ സെൽഫ് ഡൗട്ട് അടിച്ച് കോൺഫിഡൻസ് കളയുന്നതിന് പകരം ആ റിയാക്ഷൻസ് അപ്പം എടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നീറ്റ് എക്സാമിന് അത് ഓർമ്മ വരും. അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ കുറേ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. ഈ മറന്നുപോയ കാര്യങ്ങൾ വീണ്ടും എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മെയ് 5th നടക്കാൻ പോകുന്ന നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് ആ കാര്യം ഓർമ്മ വരും. അപ്പം ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കുന്നത് എന്ന് വിചാരിച്ച് വായിക്കുക, അല്ലാതെ മറന്നോ ഇല്ലേ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല റിവൈസ് ചെയ്യുന്നത്. റിവിഷൻ എന്നുള്ളൊരു കാര്യം തന്നെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ എടുത്ത് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് റിവിഷൻ എന്നുള്ള ആ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യുന്നത്. ഒരാൾ പഠിച്ച കാര്യം മറക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ഒരിക്കലും ലൈഫിൽ റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ നീറ്റ് കിട്ടിയ കുട്ടികളൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിവൈസ് ചെയ്യുക, എത്ര പഠിച്ചിട്ടും കാര്യമില്ല, റിവിഷനാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പോൾ അവരൊക്കെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും എന്നുള്ളത് കൊണ്ടാണ് ഈ റിവിഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ എടുത്ത് വായിക്കാൻ നോക്കുമ്പോഴോ ചിലപ്പോൾ ബയോളജി ഒരുപാട് വായിച്ച ചാപ്റ്റർ ആയിരിക്കും, അതെടുത്ത് വായിക്കുന്ന സമയത്തും മറന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് പറയുന്നതിന് പകരം ആ മറന്ന കാര്യങ്ങൾ ഇനിയുള്ള 20 ഡേയ്സ് കൊണ്ട് ഒന്ന് എഫക്റ്റീവായിട്ട് വായിക്കാനോ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനോ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നീറ്റ് എക്സാമിന് ഇപ്പം വായിക്കുന്ന ഓരോ ലൈനും നിങ്ങൾക്ക് ആ എക്സാം ഹോളിൽ ഓർമ്മ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക, അല്ലാതെ സെൽഫ് ഡൗട്ട് അടിച്ചിട്ട് മറന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇനിയുള്ള ഡേയ്സ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക.